ബി.ജെ.പിയെ അമ്പരപ്പിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം. ബി.ജെ.പിക്ക് ആശങ്ക നൽകുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണിത്. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഉപതെരഞ്ഞെടുപ്പ് നടന്ന 3 മണ്ഡലങ്ങളിൽ 2 എണ്ണത്തിൽ ബി.ജെ.പിക്ക് തിരിച്ചടിയാണ്. ബീഹാറിലെ ബാങ്കിപ്പൂരിൽ ജൻസുരാജ് പാർട്ടി സ്ഥാനാർത്ഥിയും തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനുമായ പ്രശാന്ത് കിഷോർ ആണ് ജയിച്ചത്. ബി.ജെ.പിയുടെ കുത്തകയായ ബാങ്കിപ്പൂരിലെ പരാജയം ബി.ജെ.പിയെ ഞെട്ടിപ്പിച്ചു. രാഷ്ട്രീയ അരങ്ങേറ്റത്തിൽ തന്നെ വിജയക്കൊടി പാറിക്കാൻ പ്രശാന്ത് കിഷോർ ഇന്ന് കഴിഞ്ഞു. ബി.ജെ.പി സ്ഥാനാർത്ഥി നീരജ് കുമാറിനെതിരെ 19,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് പ്രശാന്ത് കിഷോർ ജയിച്ചത്. ബി.ജെ.പി സംബന്ധിച്ചിടത്തോളം വെറുമൊരു പരാജയമല്ല ഇത്. ബി.ജെ.പി ദേശീയ അധ്യക്ഷനായ നിതിൻ നബിലിന്റെ മണ്ഡലമായിരുന്നു ബാങ്കിപ്പൂർ. നിതിൻ നബിൽ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷനായി ചുമതലയേൽക്കുകയും ചെയ്തപ്പോഴാണ് ബാങ്കിപ്പൂർ മണ്ഡലം ഒഴിഞ്ഞത്. 1995 മുതൽ ബി.ജെ.പിയുടെ കുത്തക മണ്ഡലമാണ് ബാങ്കിപ്പൂർ. ബി.ജെ.പിയുടെ ഉറച്ച കോട്ടകളിലൊന്ന്. കഴിഞ്ഞ 5 തവണ തുടർച്ചയായി നിതിൻ നബിലിനെയാണ് ബാങ്കിപ്പൂർ തെരഞ്ഞെടുത്തത്. ബി.ജെ.പി ബാങ്കിപ്പൂരിൽ അഭിഷേക് കുമാർ സിൻഹയാണ് ആദ്യം സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത്. അഭിഷേക് കുമാർ സിൻഹ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് അദ്ദേഹം പിന്മാറി. പിന്നീട് യുവ നേതാവായ നീരജ് സിൻഹയാണ് സ്ഥാനാർത്ഥിയായി എത്തിയത്. പ്രശാന്ത് കിഷോർ ബാങ്കിപ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചത് വലിയ വാർത്താ പ്രാധാന്യം നേടി. 2025 ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മാസങ്ങളോളം പദയാത്ര നടത്തി പ്രശാന്ത് കിഷോർ ബീഹാർ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയനായി. എന്നാൽ തുടർന്ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ജൻസുരാജ് പാർട്ടിക്ക് ഒരു സീറ്റ് പോലും നേടാനായില്ല. പാർട്ടി മത്സരിച്ച 238 സീറ്റുകളിൽ 236 സീറ്റുകളിലും കെട്ടിവെച്ച പണം പോലും നഷ്ടമായി. ആ തെരഞ്ഞെടുപ്പിൽ പ്രശാന്ത് കിഷോർ മത്സരിച്ചിരുന്നില്ല. പകരം സംസ്ഥാനമൊട്ടാകെ പാർട്ടിക്കായി ശക്തമായ പ്രചാരണം നയിക്കുകയായിരുന്നു. അതിനാൽ ബാങ്കിപ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം വലിയ രാഷ്ട്രീയ നീക്കമായാണ് വിലയിരുത്തപ്പെട്ടത്. എന്നാൽ ആ തീരുമാനം ഫലം കണ്ടു. ആദ്യ തെരഞ്ഞെടുപ്പ് വിജയത്തോടെ പ്രശാന്ത് കിഷോർ ബീഹാർ രാഷ്ട്രീയത്തിലെ പ്രധാന നേതാക്കളിൽ ഒരാളായി മാറി. പ്രശാന്ത് കിഷോർ 64,151 വോട്ടുകളാണ് നേടിയത്. ബി.ജെ.പിയുടെ നീരജ് കുമാറിനെ 19,324 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. 9 മാസം മുൻപ് പാർട്ടിക്കേറ്റ വലിയ തോൽവിക്ക് ശേഷം ഈ വിജയം പ്രശാന്ത് കിഷോറിനും ജൻസുരാജ് പാർട്ടിക്കും വലിയ തിരിച്ചുവരവാണ്. ഇത് ബാങ്കിപ്പൂരിലെ ജനങ്ങളുടെ വിജയമാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ഞങ്ങൾ പറഞ്ഞതുപോലെ ഇത് ഒരു MLA തെരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പ് മാത്രമായിരുന്നില്ല. ബീഹാറിന് നല്ലൊരു മുഖ്യമന്ത്രിയെ വേണമെന്ന ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വത്തിനുള്ള ജനങ്ങളുടെ സന്ദേശമാണിത്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ പ്രശാന്ത് കിഷോർ പറഞ്ഞത് ഇതാണ്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഫലം കോക്രോച്ച് ജനതാ പാർട്ടി നയിച്ച വിദ്യാർത്ഥി പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വന്നത്. ഈ ഫലം രാഷ്ട്രീയ ചർച്ചകളിലും ജനങ്ങളുടെ അഭിപ്രായ രൂപീകരണത്തിലും സ്വാധീനം ചെലുത്തുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. സത്യവും മിഥ്യയും വേർതിരിച്ചറിയാൻ കഴിയാത്ത വിധം സങ്കീർണമാണ് നിലവിലെ മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ സാഹചര്യം. എന്തായാലും കുവൈറ്റ് അതിർത്തികളിൽ സുരക്ഷ ശക്തമാക്കുകയും ഗൾഫ് മേഖലയിൽ വ്യോമ നിരീക്ഷണം കൂടുതൽ ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ പുറത്തുവരുന്ന ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾക്കായാണ് ഇപ്പോൾ ലോകം മുഴുവനും ഉറ്റുനോക്കുന്നത്.